മഞ്ഞുമൂടിയ കുന്നിൻ ചെരുവുകളിൽ ശൈത്യത്തിന്റെ തണുപ്പിനെ വകഞ്ഞുമാറ്റി വിരിഞ്ഞ സ്പെയിനിലെ റോസാപ്പൂക്കൾ. 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പാവപ്പെട്ട കർഷകൻ ധരിച്ചിരുന്ന പരുക്കൻ പുതപ്പിൽ ബ്രഷോ ചായങ്ങളോ തൊടാതെ തെളിഞ്ഞ അത്ഭുത ചിത്രം. ഇന്നും ശാസ്ത്രലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന നിഗൂഢതകൾ. മെക്സിക്കോയുടെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രത്യാശയായി മാറിയ അവർ ലേഡി ഓഫ് ഗാഡലൂപ്പയുടെ ചരിത്രം വെറുമൊരു കഥയല്ല. അത് ആഴമായ ഭക്തിയുടെയും ശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത ദൈവിക രഹസ്യങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് ലഭിച്ച സ്വർഗീയ സ്വാന്തനത്തിന്റെയും അനശ്വരമായ ചരിത്രമാണ്. ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് പോലും വിശദീകരിക്കാനാവാത്ത ആ ചരിത്രം ഇന്നും ഒരു മഹാവിസ്മയമായി തുടരുകയാണ്. വർഷം 1531. മെക്സിക്കോയിൽ ശൈത്യകാലത്തിന്റെ തണുപ്പ് പടർന്നു പിടിച്ച ഒരു ഡിസംബർ മാസം. ഡിസംബർ 9-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ 52-കാരനായ ജുവാൻ ഡീഗോ എന്ന പാവപ്പെട്ട കർഷകൻ തന്റെ ഗ്രാമത്തിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള പള്ളിയിലേക്ക് നടക്കുകയായിരുന്നു. ആസ്ടെക് വംശജനായ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച ഒരു ലളിത മനസ്കനായിരുന്നു. നടക്കുന്നതിനിടെ തേപ്പയാക് എന്ന കുന്നിൻ ചുവട്ടിലെത്തിയപ്പോൾ മനോഹരമായ പക്ഷികളുടെ പാട്ട് കേട്ട് ജുവാൻ നിന്നുപോയി. സ്വർഗീയമായ ആ സംഗീതം കേട്ട് കുന്നിൻ മുകളിലേക്ക് നോക്കിയ അദ്ദേഹം കണ്ടത് സൂര്യപ്രകാശത്തേക്കാൾ തിളക്കമുള്ള ഒരു പ്രകാശവലയമാണ്. ആ പ്രകാശവലയത്തിനുള്ളിൽ മെക്സിക്കൻ വംശജരെ പോലെ ഇരുണ്ട ചർമ്മമുള്ള അത്യന്തം സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. അവർ ജുവാനെ സ്നേഹത്തോടെ അടുത്തു വിളിച്ചു. നവാട്ടിൽ എന്ന തന്റെ മാതൃഭാഷയിൽ അവർ സംസാരിച്ചു. എന്റെ പ്രിയപ്പെട്ട മകനെ, ഞാൻ ദൈവമാതാവായ കന്യകാമറിയമാണ്. ഈ സ്ഥലത്ത് എനിക്കായി ഒരു ദേവാലയം പണിയണമെന്ന് നീ ഇവിടുത്തെ മെത്രാനോട് പറയണം. എന്റെ അടുത്തേക്ക് വരുന്നവരുടെ വേദനകൾ കേൾക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും എനിക്കിവിടെ ഒരു ഭവനം വേണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടു. ജുവാൻ ഡീഗോ ഉടൻ തന്നെ മെക്സിക്കോ സിറ്റിയിലെ ബിഷപ്പ് യുവാൻഡി സുമരാഗയുടെ അടുത്തെത്തി. ഒരു പാവപ്പെട്ട കർഷകൻ പറയുന്ന ഈ കാര്യങ്ങൾ വിശ്വസിക്കുവാൻ ബിഷപ്പ് തയ്യാറായില്ല. നിരാശനായി മടങ്ങിയ ജുവാൻ വീണ്ടും കുന്നിൻ മുകളിലെത്തി മാതാവിനെ കണ്ടു. അമ്മേ, ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെ ആരും വിശ്വസിക്കില്ല. വലിയ ആരെങ്കിലും ആവട്ടെ ഈ സന്ദേശം എത്തിക്കുന്നതെന്ന് ജുവാൻ മാതാവിനോട് അപേക്ഷിച്ചു. എന്നാൽ മാതാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, എനിക്ക് വേണമെങ്കിൽ ഒട്ടനവധി ദൂതന്മാരെ അയക്കാം. പക്ഷേ നിനക്ക് വേണ്ടിയാണ് ഈ ദൗത്യം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത്. നീ തന്നെ വീണ്ടും മെത്രാന്റെ അടുത്തു പോവുക എന്ന് മറുപടി നൽകി. അടുത്ത ദിവസം ജുവാൻ വീണ്ടും ബിഷപ്പിനെ കണ്ടു. ഇത്തവണ ബിഷപ്പിന് അല്പം സംശയം കൂടി തോന്നി. അദ്ദേഹം പറഞ്ഞു, നീ പറയുന്നത് സത്യമാണെങ്കിൽ അത് തെളിയിക്കുവാൻ മാതാവിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഒരടയാളം കൂടി കൊണ്ടുവാ. ഇതിനിടയിൽ ജുവാൻ ഡീഗോയുടെ അമ്മാവൻ ജുവാൻ ബെർണാഡിനോ മാരകമായ രോഗം ബാധിച്ച് മരണക്കിടക്കയിലായി. അദ്ദേഹത്തിന് അന്ത്യകുദാശ നൽകാൻ ഒരു വൈദികനെ വിളിക്കാനായി ജുവാൻ ഓടി. മാതാവ് തന്നെ തടയുമോ എന്ന പേടിയിൽ അദ്ദേഹം കുന്നിന്റെ മറുഭാഗത്തു കൂടി പോകാൻ ശ്രമിച്ചു. എന്നാൽ മാതാവ് അവിടെയും ജുവാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ അമ്മാവനെ കുറിച്ച് ഭയപ്പെടേണ്ട, അദ്ദേഹം സുഖം പ്രാപിച്ചു കഴിഞ്ഞുവെന്ന് മാതാവ് ഉറപ്പ് നൽകി. തുടർന്ന് ബിഷപ്പിന് നൽകുവാനുള്ള അടയാളത്തിനായി കുന്നിൻ മുകളിലേക്ക് പോകുവാൻ പറഞ്ഞു. കഠിനമായ തണുപ്പുള്ള ആ ഡിസംബർ മാസത്തിൽ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ആ കുന്നിൽ പൂക്കൾ വിരിയുക അസാധ്യമായിരുന്നു. എന്നാൽ ജുവാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് മഞ്ഞുതുള്ളികൾ ഇറ്റുവീഴുന്ന സുഗന്ധപൂരിതമായ കാസ്ലിയൻ റോസാപ്പൂക്കളാണ്. സ്പെയിനിൽ മാത്രം കണ്ടുവരുന്ന ആ പൂക്കൾ
മെക്സിക്കോയിലെ തണുപ്പ് കാലത്ത് വിരിഞ്ഞത് തന്നെ വലിയ അത്ഭുതമായിരുന്നു. ജുവാൻ ആ പൂക്കൾ തന്റെ തുന്നാത്ത പരുക്കൻ കമ്പിളി വസ്ത്രമായ ടിൽമയിൽ ശേഖരിച്ചു. മാതാവ് തന്നെ ആ പൂക്കൾ ജുവാന്റെ വസ്ത്രത്തിനുള്ളിൽ അടുക്കി വെച്ചു കൊടുത്തു. ജുവാൻ ബിഷപ്പിന്റെ കൊട്ടാരത്തിലെത്തി. താൻ കൊണ്ടുവന്ന അടയാളം കാണിക്കാനായി ബിഷപ്പിന്റെ മുന്നിൽ വെച്ച് ജുവാൻ തന്റെ ടിൽമ വിടർത്തി. റോസാപ്പൂക്കൾ തറയിൽ ചിതറി വീണു. എന്നാൽ അവിടെ കൂടിയവരെ അമ്പരപ്പിച്ചത് പൂക്കളല്ലായിരുന്നു, മറിച്ച് ജുവാൻ ധരിച്ചിരുന്ന സാധാരണ വസ്ത്രത്തിൽ കുന്നിൻ മുകളിൽ കണ്ട അതേ മാതാവിന്റെ ചിത്രം അത്ഭുതകരമായി തെളിഞ്ഞു വന്നിരുന്നു. ബിഷപ്പും അവിടെ ഉണ്ടായിരുന്നവരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇന്നും മെക്സിക്കോയിലെ ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നത് അന്ന് ജുവാന്റെ വസ്ത്രത്തിൽ തെളിഞ്ഞ അതേ ചിത്രമാണ്. ഗാഡലൂപ്പെ മാതാവിന്റെ ചിത്രം വെറും ഒരു പെയിന്റിംഗ് അല്ല എന്ന് പിൽക്കാലത്ത് ശാസ്ത്രം തെളിയിച്ചു. ഈ ചിത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കള്ളിമുൾച്ചെടിയുടെ നാരുകൾ കൊണ്ട് നിർമ്മിച്ച ടിൽമ സാധാരണഗതിയിൽ 20 മുതൽ 30 വർഷം കൊണ്ട് നശിച്ചു പോകേണ്ടതാണ്. എന്നാൽ 500 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ വസ്ത്രം കേടുകൂടാതെയാണ് ഇരിക്കുന്നത്. യാതൊരുവിധ സംരക്ഷണ കവചങ്ങളും ഇല്ലാതെ നൂറ്റാണ്ടുകളോളം ഇത് പൊതുദർശനത്തിന് വെച്ചിരുന്നു. മറ്റൊരു അത്ഭുതം, ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചായങ്ങൾ ജൈവപരമോ രാസപരമോ ആയ ഒന്നല്ല. ബ്രഷ് ഉപയോഗിച്ചതിന്റെ അടയാളങ്ങളോ പശ്ചാത്തലത്തിൽ വെള്ളപൂശിയതിന്റെ തെളിവുകളോ ഇതിലില്ല. വായുവിൽ നിന്ന് തന്നെ ചായം വസ്ത്രത്തിലേക്ക് പടർന്നതുപോലെയാണ് ഇത് കാണപ്പെടുന്നത്. 1970-കളിൽ ശാസ്ത്രജ്ഞർ ചിത്രത്തിലെ മാതാവിന്റെ കണ്ണുകൾ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചു. ക്യാമറയുടെ ലെൻസിൽ എന്ന പോലെ മാതാവിന്റെ കൃഷ്ണമണിയിൽ ജുവാൻ ഡീഗോ റോസാപ്പൂക്കൾ ബിഷപ്പിന് മുന്നിൽ വിടർത്തുന്ന രംഗം വളരെ ചെറുതായി പതിഞ്ഞിരിക്കുന്നത് അവർ കണ്ടെത്തി. ഒരു മനുഷ്യന്റെ കണ്ണുകളിൽ പ്രതിബിംബം എങ്ങനെയാണോ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ചിത്രത്തിലും കാണപ്പെടുന്നു. അതിശയകരമായ മറ്റൊരു കാര്യം, മാതാവ് ധരിച്ചിരുന്ന നീല അംഗവസ്ത്രത്തിലെ നക്ഷത്രങ്ങൾ 1531 ഡിസംബറിൽ മെക്സിക്കോയുടെ ആകാശത്ത് കാണപ്പെട്ടിരുന്ന നക്ഷത്ര സമൂഹങ്ങളുടെ കൃത്യമായ സ്ഥാനത്താണുള്ളതെന്നാണ്. അതുപോലെ മാതാവിന്റെ വസ്ത്രത്തിലെ ഡിസൈനുകൾ മെക്സിക്കോയിലെ പർവ്വതങ്ങളുടെയും നദികളുടെയും മാപ്പിനോടും സാമ്യമുള്ളതാണ്. ഈ ദർശനത്തിന് ശേഷം മെക്സിക്കോയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. സ്പാനിഷ് അധിനിവേശക്കാർ തദ്ദേശീയരെ അടിച്ചമർത്തുന്ന കാലമായിരുന്നു അത്. എന്നാൽ ഗാഡലൂപ്പെ മാതാവ് ഒരു മെക്സിക്കൻ വംശജയെ പോലെ പ്രത്യക്ഷപ്പെട്ടത് തദ്ദേശീയരായ ദശലക്ഷക്കണക്കിന് ആളുകളെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചു. ഹിംസാത്മകമായ ബലികർമ്മങ്ങൾ നടത്തിയിരുന്ന ആസ്റ്റക് സംസ്കാരത്തിൽ നിന്ന് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് ഒരു ജനത മുഴുവൻ പരിവർത്തനം ചെയ്യപ്പെടാൻ ഈ അത്ഭുതം കാരണമായി. ഇന്ന് മെക്സിക്കോ സിറ്റിയിലെ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗാഡലൂപ്പെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ സന്ദർശിക്കുന്ന കത്തോലിക്ക പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ്. വർഷം തോറും ഏകദേശം 20 ദശലക്ഷം ആളുകൾ ഇവിടെ എത്തുന്നു. അവർ ലേഡി ഓഫ് ഗാഡലൂപ്പയുടെ കഥ കേവലം ഒരു വിശ്വാസത്തിന്റെ മാത്രം ചരിത്രമല്ല. അത് ആഴമായ സ്നേഹത്തിന്റെയും വിവേചനമില്ലാത്ത കരുണയുടെയും ശാസ്ത്രത്തിന് വിശദീകരിക്കുവാൻ കഴിയാത്ത ദൈവിക ഇടപെടലിന്റെയും അടയാളമാണ്. നിന്റെ അമ്മയായ ഞാൻ ഇവിടെയില്ലേ, നീ എന്തിന് ഭയപ്പെടുന്നു എന്ന് ജുവാൻ ഡീഗോയോട് മാതാവ് ചോദിച്ച വാക്കുകൾ ഇന്നും ഓരോ വിശ്വാസിക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പാവപ്പെട്ട കർഷകന്റെ പുതപ്പിൽ തെളിഞ്ഞ ആ ചിത്രം
ഇന്നും മാറ്റമില്ലാതെ ലോകത്തിന് പ്രത്യാശയുടെ പ്രകാശമായി നിലകൊള്ളുന്നു.